ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അതിർത്തി പ്രദേശങ്ങൾ മാത്രമല്ല, റാവൽപിണ്ടിയിലെ പാകിസ്ഥാൻ സൈനിക ആസ്ഥാനവും ആക്രമിച്ചു. ലക്നൌവിൽ ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്നാഥ്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് വ്യോമസേന വ്യക്തമാക്കി. അതിർത്തിയിലെ സാഹചര്യം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാൻ ത്രിസേനാ മേധാവികളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമന്ത്രിയെ കണ്ടു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. यह ऑपरेशन आतंकवाद के खिलाफ भारत की दृढ़ इच्छा शक्ति का और सैन्य शक्ति की क्षमता और संकल्प शक्ति का भी प्रदर्शन है। हमने दिखाया है भारत आतंकवाद के खिलाफ जब भी कोई कार्रवाई करेगा तो आतंकवादियों और उनके आकाओं के लिए सरहद पार की जमीन भी सुरक्षित नहीं रहेगी। भारतीय सेनाओं ने ऑपरेशन सिंदूर को पाकिस्तान में मौजूद आतंकी ढांचा ढहाने के उद्देश्य से लॉन्च किया था। हमने उनके आम नागरिकों को कभी निशाना नहीं बनाया था, मगर पाकिस्तान ने न केवल भारत के नागरिक इलाकों को निशाना बनाया बल्कि मंदिर, गुरुद्वारा, गिरजाघर पर भी हमले करने का प्रयास किया। भारतीय सेना ने शौर्य और पराक्रम के साथ साथ संयम का भी परिचय देते हुए पाकिस्तान के अन्य ठिकानों पर भी प्रहार करके करारा जवाब दिया है। हमने केवल सीमा से सटे सैन्य ठिकानों पर ही नहीं कार्रवाई की, बल्कि भारत की सेनाओं की धमक उस रावलपिंडी तक सुनी गई जहां पाकिस्तानी फौज का हेडक्वार्टर मौजूद है। मित्रों, भारत में आतंकवादी घटनाएं करने और कराने का क्या अंजाम होता है, यह पूरे विश्व ने उरी की घटना के बाद देखा, जब हमारी सेना ने पाकिस्तान में घुसकर सर्जिकल स्ट्राइक की। മനു ഭരത് വിവരങ്ങൾ പങ്കുവെക്കും. മനു, പാകിസ്ഥാനെ ആക്രമിച്ചു, പാകിസ്ഥാന്റെ കൃത്യമായി തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കി. അത് പാകിസ്ഥാന്റെ ഒരു സിവിലിയനെ പോലും ലക്ഷ്യമിട്ടില്ല. വളരെ കൃത്യമായി തന്നെ പ്രതിരോധ മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഇവിടെ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, റാവൽപിണ്ടി ആക്രമിച്ചു എന്ന് ഇന്ത്യ പറയുമ്പോൾ റാവൽപിണ്ടി പാകിസ്ഥാൻ കരസേനയുടെ ആസ്ഥാന കേന്ദ്രമാണ്. അവിടെയാണ് ചീഫ് ഓഫ് ആർമി സ്റ്റേഷൻ ചെയ്യുന്നത്. ആ കേന്ദ്രം ആക്രമിച്ചു എന്നാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൈന്യം കുറച്ച് എയർഫോഴ്സ് സ്റ്റേഷനുകൾ ആക്രമിച്ചു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ റാഫിക്ക് ഉണ്ടായിരുന്നു, മുറീദ് ഉണ്ടായിരുന്നു, ചാക്ലാലി ഉണ്ടായിരുന്നു, റഹിം യാർ ഖാൻ ഉണ്ടായിരുന്നു, അതുപോലെ സുക്കൂർ, ചുനിയൻ, പസ്രൂർ, അതുപോലെ സിയാൽകോട്ട് എന്നീ സ്ഥലങ്ങളിലുള്ള എയർഫോഴ്സ് സ്റ്റേഷനുകളിൽ ആക്രമണം നടത്തി എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ നൂർഖാൻ എയർഫോഴ്സ് ബേസിൽ ആക്രമണം നടത്തി, അത് റാവൽപിണ്ടിയിലാണ്. അതോടൊപ്പം തന്നെ റാവൽപിണ്ടി എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാൻ കരസേനയുടെ ആസ്ഥാനമാണ്. അപ്പം തലക്ക് തന്നെ ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രഹരമാണ് ഇന്ത്യ നടത്തിയത് എന്നുകൂടി ആണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, മറ്റൊരു വലിയ സന്ദേശം രാജ്നാഥ് സിംഗ് നൽകുന്നു. അത് തീവ്രവാദത്തിനെതിരെയുള്ള സന്ധിയില്ലാ പോരാട്ടം തന്നെയാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത്. പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നില്ല. അവിടുത്തെ സൈനിക ഇൻസ്റ്റലേഷനിൽ പോലും ഇങ്ങോട്ടേക്ക് ആക്രമിച്ചാൽ മാത്രമേ തിരിച്ചാക്രമിക്കുന്നുള്ളൂ. പക്ഷേ തീവ്രവാദത്തിൻ്റെ കാര്യം അതല്ല, അത് തുടർന്നുകൊണ്ടേ ആ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കും. തീവ്രവാദത്തിൻ്റെ അടിവേരറുക്കുന്നത് വരെയുള്ള ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഉറപ്പിക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാനകത്ത് തീവ്രവാദികൾ സുരക്ഷിതരാണ് എന്ന് ധരിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം ഇനിയില്ല. അവിടെ കടന്നു ചെന്ന് ആക്രമിക്കും എന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇത് ഈ സീസ് ഫയർ നിലവിൽ വന്നു, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ അവസാനിച്ചു എന്നൊക്കെ പറയുമ്പോഴും തീവ്രവാദ കേന്ദ്രങ്ങൾ പാകിസ്ഥാനകത്തുണ്ടെങ്കിൽ അത് കണ്ടെത്തിയാൽ അത് തകർക്കുന്നതിൽ ഇന്ത്യ വീണ്ടും മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ഒരു കാര്യം അസന്നിഗ്ധമായി പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് തീവ്രവാദത്തിനെതിരെയുള്ള, തീവ്രവാദ ഭീകരവാദ പ്രജനന കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണമാണ്. അത് തുടരുക തന്നെ ചെയ്യും എന്നാണ് വ്യക്തമാക്കുന്നത്. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഓപ്പറേഷൻ അവസാനിച്ചിട്ടില്ല, ഒരു കരാർ മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. അവിടെ എന്തെങ്കിലും തരത്തിൽ ഭീകരാക്രമണത്തിനുള്ള ശ്രമം ശത്രുരാജ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ കൃത്യമായി തന്നെ മറുപടി നൽകുമെന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി. വെടിനിർത്തലിന് പിന്നാലെ അതിർത്തി മേഖലകൾ ശാന്തതയിലേക്ക്. അർദ്ധരാത്രിക്ക് ശേഷം അനിഷ്ട സംഭവം ജാഗ്രത പാലിക്കുന്നു. ഇന്നത്തെ വെടിനിർത്തൽ കരാറിൽ നിർണായകമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും കശ്മീരിലെ അടക്കം പാകിസ്ഥാൻ അതിർത്തിയിലെ പട്ടണങ്ങളിലെല്ലാം കനത്ത ജാഗ്രത തുടരുകയാണ്. അർദ്ധരാത്രിക്ക് ശേഷം വെടിവെപ്പോ ഡ്രോൺ ആക്രമണങ്ങളോ ഉണ്ടായിട്ടില്ല. സ്ഥിതിഗതികൾ പൊതുവെ ശാന്തമാണ്. പക്ഷേ റെഡ് അലേർട്ട് തുടരുന്നു. ഇന്നത്തെ പകൽ വളരെ നിർണായകമാണ്. വെടിനിർത്തൽ പ്രഖ്യാപനം പാലിക്കാനായില്ലെങ്കിൽ
നാളെ നടക്കുന്ന സൈനിക ചർച്ചകളെ അത് ബാധിക്കും. രാത്രി വൈകി നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് വെടിവെപ്പ് നടന്നതൊഴിച്ചാൽ ജമ്മുവിൽ മറ്റനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ രാത്രി ഉണ്ടായില്ല. നഗ്രോത്ത കരസേന ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. പൂഞ്ച് മേഖലയിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് പോവുകയാണ്. രാത്രി വെടിവെപ്പോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായില്ല. പഞ്ചാബിലെ പഠാൻകോട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു തുടങ്ങി. ഗുജറാത്തിലെ അതിർത്തിയിലും സ്ഥിതി ശാന്തമാണ്. രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളിൽ പുലർച്ചെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്ന ബാർമർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. ഇന്നലെ രാത്രിയിൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ച പാകിസ്ഥാന് ശക്തമായ മറുപടിയാണ് ഇന്ത്യ നൽകിയത്. അതിർത്തി കടന്നെത്തിയ നിരവധി പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ജമ്മുകാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ പലയിടത്തും പാക് ഡ്രോണുകളെത്തി. വെടിനിർത്തൽ കരാറിന് ധാരണയായെങ്കിലും സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ നിന്ന് ഇന്ത്യ പിന്മാറിയില്ല. കർത്താർപൂർ ഇടനാഴി തൽക്കാലം തുറക്കില്ല. വെടിനിർത്തൽ കരാറിനു ശേഷം പാകിസ്ഥാൻ വീണ്ടും വ്യോമപാത തുറന്നു. സലാർ ഡാമിലെ കൂടുതൽ ഷട്ടറുകൾ ഇന്ത്യ തുറന്നു. ഇതോടെ ചെനാബ് ജലമൊഴുക്ക് വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വെടിനിർത്തൽ കരാറല്ല, ധാരണ മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. പാക് പ്രകോപനം എപ്പോഴുണ്ടായാലും ഇന്ത്യ തിരിച്ചടിക്കും. നാളെ നടക്കുന്ന സൈനിക ചർച്ചകൾക്ക് ശേഷം മാത്രമേ കരാർ സാധ്യത വ്യക്തമാകൂവെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇരുഭാഗത്തു നിന്നും സൈനിക പിന്മാറ്റമുണ്ടായിട്ടില്ല. വെടിനിർത്തൽ എന്നത് എപ്പോൾ വേണമെങ്കിലും പൊളിയാവുന്ന ഒരു ധാരണ മാത്രമാണെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. പാകിസ്ഥാൻ ധാരണ തെറ്റിച്ച മുൻ അനുഭവത്തിൽ ഇന്ത്യ കൂടുതൽ ജാഗ്രതയിലാണ്. പ്രകോപനം എപ്പോൾ ഉണ്ടായെങ്കിലും തിരിച്ചടിക്കും. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം സർക്കാർ നൽകിയിട്ടുണ്ട്. അതിർത്തിയിലെ സൈനിക വിന്യാസത്തിൽ കുറവ് വരുത്തിയിട്ടുമില്ല. നാളെ നടക്കുന്ന ഇരുവിഭാഗത്തിന്റെയും സൈനിക ചർച്ചയിലാണ് കരാർ സാധ്യത രൂപപ്പെടുന്നത്. പാകിസ്ഥാനോടുള്ള നയത്തിൽ തന്നെ ഇന്ത്യ നിലപാട് മാറ്റുകയാണ്. പ്രകോപനപരമായ ഏതു നീക്കവും സൈനിക നീക്കമായി കണക്കാക്കി ഇന്ത്യ തിരിച്ചടിക്കും. ഇത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഇന്ന് നടക്കുന്ന തന്ത്രപ്രധാന യോഗത്തിൽ കരാർ സാധ്യതകളും ഇന്ത്യയുടെ നിലപാടും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പെഹൽഗാം സംഭവത്തിലാണ് പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ സമീപകാല ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത്. തീവ്രവാദികളുമായുള്ള ബന്ധം പാകിസ്ഥാൻ നിഷേധിച്ചതോടെയാണ് ഇന്ത്യ സൈനിക നീക്കം നടത്തിയത്. പെഹൽഗാം സംഭവത്തിൽ സുതാര്യമായ അന്വേഷണം പാകിസ്ഥാൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. തീവ്രവാദികളുടെ കൈമാറ്റമടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യ ശക്തമായ നിലപാടെടുത്തേക്കും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദവും ഇന്ത്യയുടെ സൈനിക നീക്കം മൂലമുണ്ടായ ആഭ്യന്തര പ്രതിസന്ധിയുമാണ് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വെടിനിർത്തലിനെ കോൺഗ്രസ് കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വിമർശിക്കുമ്പോൾ സ്വാഗതം ചെയ്യുകയാണ് മുതിർന്ന നേതാക്കളായ തരൂരും പി ചിദംബരവും. ധൈര്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർവകക്ഷി യോഗം ചേരണമെന്ന് ശിവസേന ഉദ്ധവ് പക്ഷ നേതാവ് സഞ്ജയ് റൌത്ത് പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു.